ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇനിയൊരു LP-UPക്ക് പഠിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ, ഇവിടെ ഒഴിവുകളുണ്ടോ, നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ലയിൽ ഇപ്പോൾ ഒഴിവുകളൊന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒഴിവുകൾ വളരെ കുറവാണല്ലോ. ഇത്തരം പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു പകുതി വഴിക്ക് എത്തിയിട്ട് നിർത്തിപ്പോയവരുണ്ടാകാം, ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശങ്കകളാണ് ഇത്തരം മെസ്സേജുകളിൽ എനിക്ക് പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. ആശങ്കകൾ നല്ലത് തന്നെ, പക്ഷേ ആശങ്കകൾ മാത്രമായിട്ടിരുന്നാൽ എക്സാമിൻ്റെ തലേദിവസമാവുമ്പോൾ പഠിക്കാനിരുന്നാൽ ഒരു രക്ഷയുമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചു, എന്നാൽ ഇനി ലക്ഷ്യം നേടുക തന്നെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് LP-UPക്ക് പഠിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നുള്ളത്. LP-UPക്ക് എന്നല്ല, ഏതൊരു പോസ്റ്റിന് വേണ്ടി പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു ആശങ്കയോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഫസ്റ്റ് വേണ്ടത്, ഏത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളാണ് ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി LP-UPയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും LP-UP എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജില്ലയിൽ ഇത്രയും പെരുത്ത ആളുകൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുമോ? ഇതാണ് പലരുടെയും ആശങ്ക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെപ്പോലെ തന്നെ യോഗ്യതയുള്ള ആളുകളാണ് അവരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അല്ലെങ്കിൽ ഏറ്റവും സത്യസന്ധമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ പോസ്റ്റിന് എല്ലാവരും തന്നെ 100% എഫർട്ട് എടുത്ത് പഠിക്കുന്നവരാകണമെന്നില്ല. പലരും ഇത് അപ്ലൈ ചെയ്യുകയും എഴുതാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇനി മുന്നേ ഒരു വീഡിയോ ഞാനിട്ടപ്പോൾ അതിനടിയിൽ കമൻറ്റായിട്ട് കണ്ടു, ബാക്കിയുള്ള പോസ്റ്റുകൾ അങ്ങനെയായിരിക്കും, പക്ഷേ LP-UP ഒരിക്കലും അങ്ങനെയല്ല, എല്ലാവരും പഠിക്കുന്നവരാണ് എന്നൊരു മെസ്സേജ് കണ്ടു. ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനേക്കാൾ കൂടുതൽ പഠിച്ചാലേ നമുക്ക് നല്ല റാങ്ക് കിട്ടൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ഇനി അടുത്ത ഒരു നെഗറ്റീവായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, അവർക്കൊക്കെ കിട്ടും എന്ന് ചിന്തിക്കാം. അപ്പോൾ ഒരു വസ്തുതയെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കാം ഈ ഒരു കമൻറ്റിന്. അപ്പോൾ നിങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. ഇനി ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ LP-UP പഠിക്കുന്ന സമയത്ത് എന്നോടൊപ്പം അപ്ലൈ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിൽ പലരും അപ്ലൈ ചെയ്തു എന്നല്ലാതെ കൃത്യമായിട്ട് അതിന് പഠിച്ചിരുന്നില്ല. പലരും 2 വഞ്ചിയിലും 3 വഞ്ചിയിലും കാലിടുന്നവരായിരുന്നു. അതായത് അന്ന് LP-UPയുടെ കൂടെ LDC നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കണോ ഇത് പഠിക്കണോ, അത് കിട്ടിയാലാണോ നല്ലത് ഇത് കിട്ടിയാലാണോ നല്ലത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനം പിടിച്ചതും പിടിക്കാതിരുന്നതും ഒന്നും കിട്ടാത്തൊരവസ്ഥയായിട്ട് അവർക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും LP-UPക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, അധ്യാപക ജീവിതം സ്വപ്നം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇത്തരമൊരു ആശങ്ക, ഇനി LP-UPക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ചിലരുടെ ആശങ്ക ഇനി സമയമുണ്ടോ എന്നുള്ളതാണ്. സമയമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കാം നമ്മുടെ പരീക്ഷ വരുന്നത്, അതിലും നീണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു 2 മാസം കൊണ്ട് ഇത് പഠിച്ച് തീർക്കാവുന്ന രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് റിവിഷനും സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ 100 ഡേയ്സിൻ്റെ ഒരു 100 ഡേയ്സ് കൊണ്ട് LP-UP സിലബസ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 100 ഡേയ്സ് ചലഞ്ചിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊപ്പം നിങ്ങൾക്കും ഇതിൽ ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? നിങ്ങളുടെ പോക്ക് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ പോകുന്ന ട്രാക്ക്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക എക്സാം, ഇതൊക്കെ ലക്ഷ്യം കാണുമോ? അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ? കാരണം എന്താണ്, നിങ്ങളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് നിങ്ങൾക്കാണ് മനസ്സിലാകുക. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ പഠിക്കുന്ന രീതി മാറ്റണമെങ്കിൽ
അത് മാറ്റുക തന്നെ ചെയ്യുക. ഇനി പഠിക്കുന്ന ബുക്കുകളോ പഠിക്കുന്ന മെത്തേഡോ പഠിക്കുന്ന എന്താ പറയുക സമയമോ ഏതാണോ മാറ്റേണ്ടത് അത് മാറ്റിയാൽ നിങ്ങളുടെ ലക്ഷ്യം നേടുമെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ളവർ, സമൂഹ മാധ്യമങ്ങൾ, നമ്മൾ ഉപയോഗിക്കും വാട്സപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളെ എന്താ പറയുക ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ, അത് ആവശ്യമല്ല അത്യാവശ്യമാണെങ്കിൽ നമ്മളത് നേടുക തന്നെ ചെയ്യും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും, പരിചയത്തിലുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, കിട്ടിയാൽ വളരെ നല്ലത്, എന്നാൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളുണ്ട്, ഹസ്ബൻഡ് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാനൊരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടു. അത് എപ്പോഴാണെന്ന്, ഏത് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിലത്തെ ഒരു ഉള്ളടക്കം ഇങ്ങനെയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ തൻ്റെ ഹസ്ബൻഡ് വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു ഫാമിലി ആയിരുന്നു. ഹസ്ബൻഡ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, ഫാമിലിയായിട്ട് ഈ സ്ത്രീയും കുട്ടികളും ഹസ്ബൻഡും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. മരണപ്പെട്ടതിന് ശേഷം ഈ ഭാര്യയും മക്കളും എയർപോർട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഹസ്ബൻഡിൻ്റെ ബോഡിയും കൊണ്ട്. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഫ്യൂണറലിന് ശേഷം എവിടേക്ക് പോകണം, എവിടെ നിൽക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ആ സമയത്താണ് ആ സ്ത്രീ മനസ്സിലാക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ആ സ്ത്രീക്ക് അന്നത്തെ ആ സമയത്ത് കഴിവില്ലായിരുന്നു. അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും PSC എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് എക്സാമിന് ആ സ്ത്രീയുടെ ഭാഗ്യത്തിന് ആ സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാനും പഠിക്കാനും സാധിച്ചു. പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായിരിക്കാം എങ്കിൽ പോലും, വളരെ തുച്ഛമായ സാലറി ആണെങ്കിൽ പോലും, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി നമ്മുടെ ചാനൽ നോക്കി പഠിക്കുന്ന പുരുഷ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഏറ്റവും മാന്യമായ രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ LPUPക്ക് ഇനി പഠിക്കണോ, സമയമുണ്ടോ, കാര്യമുണ്ടോ, ഇങ്ങനെ പോയാൽ ശരിയാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ മാറ്റിവെക്കുക. എങ്ങനെയാണോ പോകേണ്ടത് ആ രീതിയിൽ പോയി നല്ല രീതിയിൽ ജയിച്ച് നല്ല റാങ്കിൽ നേടി നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്റ്റഡി മെത്തേഡുകൾ മാറ്റേണ്ടതുണ്ട്. ചില സ്ട്രാറ്റജികൾ നമ്മൾ പുതിയതായി ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരം പലരും ഉപയോഗിച്ച് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഞാൻ ഉപയോഗിച്ച് എനിക്ക് 100% നല്ലതെന്ന് തോന്നുന്ന സ്ട്രാറ്റജികളാണ് ഞാൻ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സാമിന് എത്ര ദിവസമുണ്ടോ അത്ര ദിവസത്തിൻ്റെയും ഒരു ടൈം ടേബിൾ ഇട്ട് ആ ദിവസം കൊണ്ട് നമ്മളുടെ പഠനവും റിവിഷനും 2-3 തവണയുള്ള റിവിഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നേ കൂട്ടി ഒരു ബ്ലൂ പ്രിൻ്റ്, ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഒരു 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി. അതിൽ LPUPയുടെ സിലബസ് 100 ഡേയ്സ് കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ നമ്മൾ 1 ഇയർ മുന്നേ ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഇടുന്ന സമയത്ത് ഓൾറെഡി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ 100 ദിവസവും എങ്ങനെ എന്തൊക്കെ ടോപ്പിക്ക് ഇന്ന ദിവസം പഠിക്കണം, ഇന്ന ദിവസം റിവൈസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഒരുപാട് പേരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഓരോ ഡേയ്സും അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഏതാണോ പഠിക്കേണ്ട ടോപ്പിക്ക് ആ ടോപ്പിക്ക് ഞാൻ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇട്ട് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 40-41 ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
ഇതുവരെ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ 100 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ 41 വീഡിയോസും ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ്. അയ്യോ 41 ദിവസം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ 41 തൊട്ട് തുടങ്ങണോ എന്നൊരു ആശങ്കയൊന്നും വേണ്ട. നിങ്ങൾ ഡേ 1 തൊട്ട് തുടങ്ങിയോളൂ. എല്ലാ വീഡിയോസും അതിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ചാനൽ മാത്രം പഠിച്ചതുകൊണ്ട് LP-UP കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു സോഴ്സ് ഉപയോഗിച്ച് പഠിച്ചവരൊന്നും PSC പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടി ജോലി ലഭിച്ചതായി എനിക്കറിവില്ല. ഞാനും PSC റാങ്കുകളിൽ ഇടം നേടുകയും ജോലിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലിനെയോ ഒരു ബുക്കിനെയോ മാത്രം ആശ്രയിച്ചല്ല പഠിച്ചത്. നമുക്ക് കിട്ടുന്ന എല്ലാ സോഴ്സുകളും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ചലഞ്ചിലെ ഓരോ ഡേയിലെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം ലേറ്റായി, വീഡിയോ ഇടാൻ ലേറ്റായി എന്നതിൻ്റെ പേരിൽ പല വീഡിയോയുടെയും കമൻറ്റിൽ പലരും പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത്, നിങ്ങളുടെ ഒരു വീഡിയോയെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്രൂരമായ രീതിയിൽ വിമർശിക്കുന്ന പല കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പലതും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ പേടിച്ചിട്ടാണോ റിമൂവ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. കാരണം എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വായിച്ചിരിക്കാൻ സമയമില്ല. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ കാണുന്ന ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടാകരുത്. അതുകൊണ്ടാണത് റിമൂവ് ചെയ്തത്. നിങ്ങൾ അപ്പോൾ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്, ഒരു ചാനൽ മാത്രം കണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. അപ്പോൾ ഞാനിതിലൂടെ തരുന്നത് നിങ്ങളെങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയയും ഒപ്പം ടോപ്പിക്സ് പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഒരു സോഴ്സിനെ മാത്രം ആശ്രയിച്ച് പഠിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സുകളും, റാങ്ക് ഫയൽസ് ആയിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, SCRT ബുക്ക് ആയിക്കോട്ടെ, അതൊക്കെ എത്രത്തോളം സോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പഠിക്കാനായിട്ട് അത്രത്തോളം നിങ്ങളുടെ റാങ്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ സ്ട്രാറ്റജികൾ പലരുടെയും പലതാണ്. അപ്പോൾ ഓരോരുത്തരും പഠിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവും, നേരം വൈകി എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സമയത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി ടൈം ടേബിളല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത്ര ദിവസം കൊണ്ട് ഇന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം അത് റിവൈസ് ചെയ്യുക, റിവിഷന് സമയം കൊടുക്കുന്നു, SCRT പഠിക്കാൻ ടൈം കൊടുക്കുന്നു, ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ട് പഠിക്കാൻ ടൈം കൊടുക്കുന്നു. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 ഡേയ്സ് ചലഞ്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ ലേറ്റ് ആയാൽ നിങ്ങളെ എന്നെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ക്ലാസ് ഇട്ടില്ലെങ്കിൽ ആ ദിവസം എന്ത് പഠിക്കണമെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് വേറെ സോഴ്സുകളും റാങ്ക് ഫയൽസ് ഉപയോഗിച്ച് അത് പഠിക്കാമല്ലോ. ഞാൻ എന്താ പറയുക, ഇതിൽ നിന്നും ഒരു തരത്തിലുള്ള ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ആയിരക്കണക്കിന് രൂപയും 10,000 രൂപയും കൊടുത്ത് കോച്ചിങ്ങിന് പോകാൻ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ധാരാളം പേർക്ക് അവർ പഠിച്ചോട്ടെ, പഠിക്കാൻ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് വേണമെങ്കിൽ ഈ 100 ഡേയ്സ് ചലഞ്ച് ഓരോ ദിവസവും ഞാൻ പറയുന്നതനുസരിച്ച് ടോപ്പിക്ക് അറിഞ്ഞാൽ മതിയെന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ ഈ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ ഇട്ടത് അഥവാ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ പഠനം നിലച്ചു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽസോ കാര്യങ്ങളോ ഉപയോഗിച്ച് അതാത് ദിവസം എന്ത് പഠിക്കണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി സമയം ചെല്ലും തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും നിങ്ങളുടെ പഠിക്കാനുള്ള ആർജവം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോഴും അതേ ഉണർവോടുകൂടി പഠിക്കുന്ന പലരുമുണ്ട്. അതറിയുന്നതിൽ വളരെ സന്തോഷം. എന്തായാലും കൂടുതൽ ഊർജ്ജത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. എൻ്റെ ചാനൽ മാത്രം കണ്ടുകൊണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. വ്യൂസ് കുറയുന്നതിൽ എനിക്ക് വിഷമവുമില്ല. പക്ഷേ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് ആവശ്യമല്ല, അത്യാവശ്യമാണ്. അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യമായതെന്തും
എന്ത് വില കൊടുത്തും നമ്മൾ നേടിയെടുക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഞാൻ മുൻപും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത വാചകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊന്ന് അലസമായി ഇരുന്നാൽ 1 മിനിറ്റോ 5 മിനിറ്റോ നമ്മൾ അലസത കാണിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് പഠിച്ച് കയറി പോകുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നമ്മുടെ റാങ്ക് പിന്തള്ളപ്പെടുകയും നമുക്ക് ജോലി ലഭിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് 1 മാർക്കിൻ്റെ വില അല്ലെങ്കിൽ 0.33 മാർക്കിൻ്റെ വിലയൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലാവും. അപ്പം പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് പന്തുള്ളത്. അത് തട്ടി ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റണോ അതോ അത് തട്ടി തെറിപ്പിച്ച് കളയണോ പുറത്തേക്ക് കളയണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുപോലെ നമ്മുടെ വീഡിയോ 100 days സ്റ്റഡി ടൈം ടേബിൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അത് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.